നമ്മളെല്ലാരും വിചാരം ഭക്തിയും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ എന്നാണ് വിചാരം. കഥ നേരെ തിരിച്ചാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ, ഈ യോഗീശ്വരന്മാര്, ദൈവിക ഗുരുക്കന്മാര്, അങ്ങനെ ഉള്ളവർക്ക് എന്തുമാത്രം പോരാട്ടം, എന്തുമാത്രം യുദ്ധം ഉണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. സാധാ ഒരു ഭക്തൻ, അവന്റെ ആത്മാവ് ദൈവത്തിലോട്ട് പോകാൻ നിൽക്കുന്ന ഒരു ഭക്തന് ഇത്രയും തടസ്സമെങ്കിൽ, ഇത്രയും പ്രശ്നം, വിഷയമെങ്കിൽ ദൈവിക റൂട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുമാത്രം ഇതായിരിക്കും. എങ്ങനെ പോയാലും ലാസ്റ്റ് ഏതെങ്കിലും വഴിയിലൂടെ അവന് അവസാനം നെഗറ്റീവിന്റെ കയ്യിലേക്ക് വലിച്ചു പിടിച്ചെടുത്തുകൊണ്ട് പോകാനേ ശ്രമിക്കുകയുള്ളൂ. അഥവാ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നിസ്സാര കാര്യത്തിന്, ഏതെങ്കിലും നിസ്സാര കാര്യത്തിനൊക്കെ ആയിരിക്കും വലിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന വലിയ, ഇപ്പം വിവേകാനന്ദനാണെങ്കിലും ശ്രീനാരായണ ഗുരുവാണെങ്കിലും അപ്പം മറ്റേ ശ്രീരാമകൃഷ്ണ പരമഹംസ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ആചാര്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പല രോഗങ്ങളും, മാറാ രോഗങ്ങളും, പല വിഷയത്തിലും അടിമപ്പെട്ടാണ് അവസാനം അവരുടെ മരണം സംഭവിക്കുന്നത്. കാരണം അവരുടെ ജീവിത രീതിയിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം തെറ്റുകൾ പറ്റും. മനുഷ്യരല്ലേ, പല അബദ്ധങ്ങളും തെറ്റുകളൊക്കെ പറ്റും, നിസ്സാരമായിരിക്കും. പക്ഷെ ആ നിസ്സാരം പോലും പറ്റരുത് ഇവര്, ആ ദൈവിക റൂട്ടിൽ നിൽക്കുന്നവര്. അവിടെ പറ്റിയാൽ ആ നിസ്സാര കാര്യത്തിൽ തെറ്റുപറ്റിയെന്നതിന്റെ പേരിൽ ഈ നെഗറ്റീവ് ശക്തികൾ വലിയ ലെവലിലായിരിക്കും വന്ന് കർമ്മഫലം, അതായത് ആ തെറ്റിന് പകരമായിട്ട് വന്ന് വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാക്കുന്നത്. അതേസമയം ഒരു ഭക്തിയില്ലാത്ത, ദൈവത്തെ അറിയാത്ത യാതൊരു ഒരു മനുഷ്യൻ, ഒന്നും അറിഞ്ഞിടാതെ ജീവിക്കുന്നവന് എത്ര കണ്ണുവിടായാലും, എത്ര അസൂയായാലും, എത്ര മൃഗങ്ങളായിട്ട് ദ്രോഹിച്ചാലും, എന്ത് ചെയ്താലും അവന് വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പൊ നല്ലവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. നല്ലവരായിട്ട് ഭൂമിയിൽ ജീവിക്കുന്നവർക്കാണ് കഷ്ടം. അങ്ങനെയുള്ളവർക്ക് അവര് ഈ അറിവ് സമ്പാദിച്ചിട്ട് മാക്സിമം അങ്ങ് പോസിറ്റീവ് ആവുക. ഇതാണ് ആരും ഈ കാലത്ത് പറഞ്ഞു കൊടുക്കാത്തത്. എല്ലാരും വന്ന് 50 പ്രാവശ്യം അവിടെ പോയി തൊഴുവ്, ഇന്ന പൂജ ചെയ്, ഇന്നടത്ത് പോയി അത് ചെയ്, ഇന്നടത്ത് പോയി ഇത് ചെയ്, ഇങ്ങനെ പറയണമല്ലാതെ പോസിറ്റീവ് ആകുക എന്നുള്ള ആ മർമ്മം ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം അങ്ങനെ പറയേണ്ട വ്യക്തികൾ ഈ നെഗറ്റീവ് ശക്തികളുടെ ട്രാപ്പിലാണ്. അവര് വരെ നെഗറ്റീവ് ശക്തികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലരും അത് പറയില്ല. എന്നാൽ പറയുന്ന ഒരുപാട് ഇപ്പുണ്ട്. ഇപ്പൊ പോസിറ്റീവ് ആകുക എന്ന് പറയുന്ന അനേകരുണ്ട്. അവരൊക്കെ ദൈവം നേരിട്ട് ചില പ്ലാനുകൾ ചെയ്ത് അവരെ നയിച്ച് ചെറുപ്രായത്തിലേക്ക് ആ രീതിയിൽ അവരെ പ്രോസസ് ചെയ്ത് പഠിപ്പിച്ച് നിർത്തിയേക്കുന്ന പലരുമുണ്ട്. അവര് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അവരവന്റെ പ്രവൃത്തി നന്നാക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ തൊട്ട് മുമ്പത്തെ തലമുറ അങ്ങനെയല്ല. ഇവരൊക്കെ ആ ഒരു സുഖത്തിന്, ദൈവത്തിന്റെ ആ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന, അല്ലെ ഫ്രീ ആയിട്ട് പരിപാലിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് അവർ ഇതൊക്കെ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചാണ് ഇത്രനാൾ ഇരുന്നത്. പക്ഷെ ആ കാലഘട്ടം ഇപ്പൊ മാറി. ഇനി ഫ്രീ പരിപാടി ഇല്ല. ഇനി അവനവൻ ചെയ്യേണ്ടതും അവനവൻ പാലിക്കേണ്ടത് കറക്റ്റ് പാലിച്ച് പോയാൽ മാത്രമേ അവന് അവന്റേതായ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഇനിയുള്ള കാലഘട്ടം. ഇപ്പം ഈ കണ്ണുപെടല്, അസൂയ, കുശുമ്പ്, ഇതെല്ലാം ദൈവിക റൂട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി സീരിയസ് ആയിട്ട് എടുത്ത് അതെല്ലാം ഒന്നിലും ഒഴിവാക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ട് അവൻ വളർന്ന് ആത്മബലം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഈ കണ്ണുവിടലും ഇങ്ങനെയുള്ള അസൂയ, കണ്ണുവിടല് ഇങ്ങനെയുള്ളതിനൊക്കെ അതിന് പരിഹാരമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങ തൂക്കിയിടുന്നത് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇന്ന് ചെയ്യണ്ടെന്നാണോ പറയണത്? ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ നെഗറ്റീവിന്റെ ശക്തി നല്ല പവർഫുൾ ആണ്. പവർഫുൾ ആവുന്നത് നമ്മളെ ബാധിക്കും. എന്നാൽ ഒരുപാട് വ്യക്തികളിലൂടെ ഇതൊക്കെ വരുന്നതെല്ലാം അത്ര പവർ ഇല്ലാത്തതായിരിക്കും. അതിനെയൊക്കെ നമ്മൾ വീട്ടിന്റെ ഫ്രണ്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ എതിർത്ത് നിൽക്കും. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ചില രൂപങ്ങളുണ്ട്, മനുഷ്യര് വരച്ചൊക്കെ ഉണ്ടാക്കിയ രൂപങ്ങളുണ്ട്. അത് എഫക്റ്റീവ് അല്ല. അതായിരിക്കും ചിലപ്പോൾ കൂടുതൽ നെഗറ്റീവ്. നമ്മളത് നെഗറ്റീവ് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുന്നത്, അതിൽ ചിലപ്പം ഇതിനെക്കാട്ടി വലിയ നെഗറ്റീവ് ഇരുന്നും കൊണ്ട് നമുക്ക് ദോഷം ഉണ്ടാക്കാം. പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. ഇപ്പൊ തന്നെ കല്ലുപ്പ്, പിന്നെ മുൾച്ചെടികള്, പിന്നെ ഇതേപോലെ കള്ളി മുള്ളുകൾ കെട്ടിത്തൂക്കിയിട്ടില്ല. അതൊക്കെ കൃത്രിമമല്ല, പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന നാച്ചുറൽ സാധനങ്ങളാണ് ഈ മുള്ളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള. പിന്നെ നാരങ്ങ ആണെങ്കിൽ അങ്ങനെ കെട്ടിവെക്കാം. പക്ഷെ നമ്മളിത് പടമൊക്കെ വരച്ച് മീശയും കണ്ണുമൊക്കെ തള്ളിയൊക്കെ ഒരു അങ്ങനത്തെ രൂപങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെക്കുന്നത് ദൈവികമല്ല. അത് ഇതിനെ എതിർത്തും കൊണ്ട് ചില നെഗറ്റീവ് ശക്തികൾ മനുഷ്യരെ ആ രീതിയിൽ സ്വാധീനിച്ച് ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മള് മനുഷ്യരായിട്ട് ഒരു സംഭവം, ഒരു രൂപം ഉണ്ടാക്കുമ്പോഴാണോ കൂടുതൽ നെഗറ്റീവ് അതിൽ കയറി ശക്തിപ്പെട്ട് നിൽക്കണത്? ഇത് മനുഷ്യരെ പറ്റിക്കാനായിട്ട് ഈ രൂപം വെച്ച് മനുഷ്യരെ പറ്റിക്കാൻ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഒരു രൂപം വരച്ച് ഈ ഇപ്പൊ നമ്മളിപ്പോ ഒരു നാരങ്ങ ചുമ്മാ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ ഒരു തേങ്ങ വെറുതെ എടുത്ത് വെച്ചിട്ട് നമുക്കതിൽ തൊഴുവാനും അതിൽ ദൈവമെന്ന് വിളിക്കാനൊക്കെ ഇത്തിരി പാടാണ്.
വെറുതെ ഒരു തേങ്ങയില്ലേ, ആ. അല്ലെങ്കിൽ ഒരു ചെടി വെറുതെ എടുത്ത് ദൈവമേ വിളിക്കാൻ പാടാം. അതേസമയം ഒരു പേപ്പറിൽ നമ്മളെ പോലെയുള്ള ഒരു കണ്ണൊക്കെ തള്ളിയ ഒരു രൂപം, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിച്ച് സൗമ്യമായി ഇങ്ങനെ അനുഗ്രഹം കൊടുത്തോണ്ടിരിക്കുന്ന ഒരു രൂപം നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വരച്ചു വെച്ചാൽ ഈ പ്രാർത്ഥിക്കുന്നവന് ഭയങ്കര സ്വാധീനമായിരിക്കും അത്. കണ്ട എന്നെ തന്നെ നോക്കുന്നു, ഇത് കൊള്ളാം. ആ സ്വാധീനിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഈ സ്വാധീനിക്കാൻ എളുപ്പം ഉള്ള ആ കാര്യങ്ങളിലാണ് നെഗറ്റീവ് ശക്തി കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ തേങ്ങയിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു തേങ്ങ ജസ്റ്റ്, അതേസമയം ആ തേങ്ങയിൽ തന്നെ ഒരു കണ്ണോ മൂക്കോ ഒക്കെ വരച്ച് ഒരു നാക്കും ഒക്കെ വരച്ച് ഇതൊരു ഒരു രൂപമാക്കി എടുക്കുമ്പോൾ അവന്റെ ഉള്ളില് മനസ്സില് അവന്റെ ഇതിലൊരു ഒരു പ്രത്യേക ഫീല് തോന്നും. അതല്ല ഈ അവന്റെ ഭാവനയിൽ വരുന്ന സാധനമാണത്. ഇതിലപ്പോ എന്തുകൊണ്ട്, അതാണ് ഈ ശിശു മനസ്സെന്ന് പറഞ്ഞത്, കൊച്ചു പിള്ളേരെ മനസ്സ്. അങ്ങനെ അവൻ അതിനെ എത്രത്തോളം അവന്റെ അകമേ ആ ഒരു സ്വാധീനം കൂടി വരുമോ അത്രത്തോളമാണ് ആ നെഗറ്റീവ് ശക്തികൾ കൂടുതൽ സ്വാധീനം ചെയ്യണം. അതുകൊണ്ടാണ് ഈ കൈ വരച്ച് ഉണ്ടാക്കിയ സാധനങ്ങളിലൊക്കെ ചെന്ന് ദൈവമേ ദൈവമെന്ന് വിളിച്ചാൽ അതിൽ നെഗറ്റീവാണ് വരുന്നത്, അത് പോസിറ്റീവ് വരില്ല എന്ന് പറഞ്ഞതിന്റെ കാരണമേ പോസിറ്റീവ് വരും. അവിടെ പ്രകൃതി ദത്തമായ എന്തെങ്കിലും സാധനം എടുത്ത് വെക്കും, ദൈവത്തിന്റെ സാധനം വെയ്. ഇപ്പൊ ഒരു പാത്രത്തിൽ എടുത്തിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ട് ദൈവമെന്ന് വിളിച്ചാലും കുഴപ്പമില്ല, പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ സാധനമല്ലേ. പക്ഷെ ഒരാള് എന്തെങ്കിലും വരച്ച് ഭാവനാ രൂപത്തിൽ എടുത്ത് വെച്ചിട്ട് അതിൽ ദൈവം വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പോസിറ്റീവ് അതിൽ വന്നിരിക്കില്ല. അപ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ അമ്പലങ്ങളിലൊക്കെ മരത്തില് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കൊച്ചുങ്ങൾ ഇല്ലയോ എന്നാ പിന്നെ ഒരു തുണി കെട്ടി ഇങ്ങനെ ഇട്ടാ മതി. ഞാൻ പറഞ്ഞ അതൊക്കെ ഈ ശിശുക്കളായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ വിശ്വാസം വരുമോ. വെറുതെ കണ്ണടച്ചിരുന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചാൽ മതി കാര്യം നടക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതൊരു ഇൻട്രസ്റ്റ് വരില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ശരിക്കും, അല്ലെങ്കിൽ ഒരു പള്ളിയിലോ എവിടെയെങ്കിലും ഒരു ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അച്ഛന്മാര് അല്ലെങ്കിൽ ആ പുരോഹിതൻ ഇരുന്നു കൊണ്ട് നാമജപമൊക്കെ ജപിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ആള് കാണും ആ ഉത്സവത്തിന്? അതേസമയം ഒരു ചെണ്ടമേള, ഒരു ഡാൻസ്, ഇത്തിരി പ്രകാശങ്ങൾ, പല കളർ ലൈറ്റ്, പല രൂപങ്ങള്, തെയ്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ സ്വാധീനിക്കുന്ന, മനസ്സിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന ചില കാഴ്ചകളില് ആ മനുഷ്യൻ സ്വാധീനിക്കുള്ളൂ. അത് മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി. പക്ഷേ ചേട്ടാ, അങ്ങനെ ആയാലും മനുഷ്യൻ അതിലോട്ടാണല്ലോ അവന്റെ സന്തോഷം. അതാണ് അറിവില്ലാത്ത മനുഷ്യന്റെ സന്തോഷമല്ല ഈ ഭൗതിക തരത്തിലുള്ള ഈ ഇതിലാണ് സന്തോഷം. അപ്പൊ അങ്ങനെ ആയിപ്പോയി. ആത്മീയമായി വളർന്ന വ്യക്തിക്ക് അതല്ല സന്തോഷം എന്നുള്ള തിരിച്ചറിവ് വന്നിട്ട് അവൻ എവിടെയെങ്കിലും വീട്ടിലെ ഏതെങ്കിലും മുറിയിലോട് ഒറ്റയ്ക്ക് ഇരുന്നും കൊണ്ട് ആ ദൈവം കാണിച്ചിരുന്ന കാഴ്ചകള്, ആ ദൈവത്തോട് ഇടപെടല്, ആ ദൈവം തരുന്ന ശക്തി, അതൊക്കെ അനുഭവിച്ച് സന്തോഷത്തിലേക്ക് വളർന്ന ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു കൊച്ചുകുട്ടി കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോഴേ കിടന്ന് ഭയങ്കര ഡാൻസും ചാട്ടവും ബഹളവും, ഞാനൊക്കെ ചാടിയിട്ടുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉത്സവം ഒക്കെ പോകുമ്പോൾ അമ്പലത്തിൽ എല്ലാവരും ഡാൻസ് കളിച്ചും ഘോഷയാത്ര ഇടയിൽ കൂടെ ഡാൻസ് കളി ബഹളമൊക്കെയാണ്. ഇപ്പൊ പറ്റുമോ? ഇപ്പോഴും നല്ല ഒരു 10-20 വർഷം മുമ്പേ തന്നെ ഞാൻ ഇത് നോക്കിയപ്പോ ഇതൊക്കെ പിള്ളേര് കളിയല്ലേ ഇത് അപ്പോഴേ തോന്നി തുടങ്ങി. ഇതുപോലെ നമ്മുടെ ആത്മീയമായി നമുക്ക് വളർച്ച വരുമ്പോഴേ നമ്മൾ ഈ ചെയ്തിരുന്ന സാധനങ്ങളെല്ലാം ഇത് കുട്ടികളിയായിരുന്നല്ലോ എന്ന് അപ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പോഴത് അറിയാൻ പറ്റൂല.